Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. പഠിച്ചു മുന്നേറാം, രസിച്ചു മുന്നേറാം ഈ സമയവഴിയിലൂടെ. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, റേഡിയോ ടീച്ചർ, ലെറ്റ് us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ഞാൻ നിഷാറാണി, ന്യൂമാഹി MM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ആകാശവാണി നടത്തുന്ന റേഡിയോ ടീച്ചർ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ ഫാത്തിമത്തുൽ ഷഹാന PN. ഞാൻ രമിത കെ. ഞങ്ങൾ പുഴാതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ബി ഞാൻ ഫാത്തിമത്തുൽ ഷാമില P. ഞാൻ അമ്രാട്ടി. ഞങ്ങൾ വളപട്ടണം CHMKS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം സി ആഗ്ന IP. ഞാൻ സിവ്യ S. കുമാർ. ഞങ്ങൾ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വരുന്നു. ടീം ഡി ഞാൻ സിയ ഫാത്തിമ. ഞാൻ ശ്രീപ്രിയ ശ്രീകാന്ത്. ഞങ്ങൾ മുകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഇ ഞാൻ അവന്തിക കെ. ഞാൻ ശിവദ VV. ഞങ്ങൾ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. 10ാം തരം കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, മൈക്കലാഞ്ചലോ മാപ്പ് എന്നീ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നോത്തരിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 4 റൗണ്ടുകളായിട്ടാണ് പ്രശ്നോത്തരിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 1ാമത്തെയും 2ാമത്തെയും റൗണ്ടിൽ ചോദ്യങ്ങൾക്ക് ശരിയുത്തരത്തിന് 5 പോയിന്റ് വീതവും 3ഉം 4ഉം റൗണ്ടിൽ ശരിയുത്തരത്തിന് 10 പോയിന്റ് വീതവുമാണ് നൽകുന്നത്. ഒരു ടീമിന് ശരിയുത്തരം അറിയില്ലെങ്കിൽ ചോദ്യം അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യും. അവർ ശരിയുത്തരം നൽകിയാൽ 3 പോയിന്റ് ലഭിക്കും. ആ ടീമിന് ശരിയുത്തരം അറിയില്ലെങ്കിൽ മറ്റ് ടീമുകൾക്ക് ഉത്തരം നൽകാവുന്നതാണ്, പക്ഷെ അവർക്ക് പോയിന്റ് ലഭിക്കുന്നതല്ല. നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം ടീം എയോടാണ്. ഇല്ല എന്ന വാക്കിന് എല്ലാവിധത്തിലുള്ള ധ്വനിയും പേറാവുന്ന ഒരുത്തരം അയാളുടെ ഹൃദയത്തെ വേവിക്കാൻ തുടങ്ങി. മിറൽ എന്ന കഥാപാത്രത്തിന്റെ മനസ്സിലെ സംഘർഷത്തെക്കുറിച്ച് ഈ വാക്യം നൽകുന്ന സൂചന എന്താണ്? അയാളുടെ മകൻ മരണപ്പെട്ടുവെന്നും അത് കുടുംബക്കാരോട് പറയാൻ കഴിയുന്നില്ല എന്നതും. ടീം എക്ക് 5 പോയിന്റ്. ഇവിടെ ഇല്ല എന്ന വാക്കിന് എന്നാണ് പറഞ്ഞത്. അപ്പം മകനെ അന്വേഷിച്ചു പോയ മിറൽ മടങ്ങി വരികയാണ്. അയാളുടെ മകന്റെ ഭാര്യ ആദിയോടെ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഇല്ല എന്നയാൾ ഉത്തരം പറഞ്ഞത്. മകനില്ല എന്ന സത്യം മിറലിനറിയാം, പക്ഷേ മകന്റെ ഭാര്യയോട് ഇത് പറയാൻ അയാൾക്ക് കഴിയുന്നില്ല. അപ്പോ ഇല്ല എന്നതിന് അവിടെ വലിയ അർത്ഥങ്ങളുണ്ട്. മകന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മിറലിന്റെ മനസ്സിലെ സത്യം എന്താണെന്ന് വെച്ചാൽ മകൻ ഇനി ഇല്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. അവനു ചുറ്റും ബിംബ ഭഞ്ജക പരിവേഷം അണിയിക്കുവാനേതോ ക്യാമറ കഞ്ചിമ്മുന്നു. സമൂഹത്തിലെ ഏത് പ്രവണതയ്ക്ക് നേരെയാണ് ഈ വരികളിൽ കവി വിമർശനം ഉന്നയിക്കുന്നത്? മാധ്യമ വിമർശനം. ശരി ഉത്തരം. ഇവിടെ സമൂഹത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ സമൂഹത്തിന് ആപൽക്കരമായ ഒരു പ്രവൃത്തിയാണ് നടന്നിട്ടുള്ളത്. പക്ഷെ ആ പ്രവർത്തനം ചെയ്ത വ്യക്തിയെ താരപരിവേഷം അണിയിക്കാൻ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവണത ഉണ്ട് സമൂഹത്തിൽ. ശക്തമായ മാധ്യമ വിമർശനമാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം
ടീം സിയോടാണ്. ആ നിമിഷം ചുമരിലെ ഘടികാരത്തിൽ നിന്ന് തുള്ളി തുള്ളിയായി സമയം താഴേക്കിറ്റുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു. ഈ വാക്യം വ്യക്തമാക്കുന്ന ജൂലിയാനയുടെ അവസ്ഥ എന്താണ്? ജൂലിയാനയുടെ സങ്കടമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. സങ്കടത്താൽ ആ വീട്ടുകാർക്കാർക്കും ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അവരുടെ മൂകതയാണ് ഇവിടെ കാണിക്കുന്നത്. ചുമരിലെ ഘടികാരത്തിൽ നിന്ന് തുള്ളി തുള്ളിയായി സമയം താഴേക്കിറ്റുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു. അവിടെ ഭർത്താവിന്റെ അസാന്നിധ്യം എന്ന അതിലുള്ള ആശങ്ക എന്ന ദുഃഖം കൊണ്ട് മൂകമായ ഒരവസ്ഥയും ആ അവസ്ഥയിൽ ജൂലിയാന എന്ന കഥാപാത്രം അനുഭവിക്കുന്ന ഏകാന്തതയുമാണ് സ്പഷ്ടമാവുന്നത്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. വൃദ്ധന്റെ കടക്കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട ആ നിമിഷം ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു. ഈ വാക്യങ്ങളിലെ സൂചന എന്താണ്? ഖനിയിൽ ജോലി അന്വേഷണത്തിനായി പോയ തന്റെ ഭർത്താവ് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ ഭർത്താവ് എക്കാലത്തും ഇരിക്കാറുണ്ടായിരുന്ന ആ കസേരയിൽ ജൂലിയാന ഇരിക്കുമ്പോൾ തന്റെ ഇരിപ്പിടം അവിടെ ഉറഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നി. അതായത് ആ സന്ദർഭത്തിൽ ജൂലിയാനയ്ക്ക് ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്. തന്റെ ഭർത്താവ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇനി ഭർത്താവിന്റെ ആ കസേരയിൽ അല്ലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ചുമതലകളിൽ താൻ തന്നെ ഉള്ളൂ എന്ന ഒരു ബോധവും ജൂലിയാനയിൽ ഉണരുകയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. കണ്ണീരുറഞ്ഞുയിരാർന്നൊരീ പിയത്തെ എന്നുള്ളിലെടുത്തതിഭദ്രമായിരുത്തി ഞാൻ. ഈ വരികളിൽ തെളിയുന്ന കവിയുടെ മനോവികാരം എന്താണ്? കണ്ണീരുറഞ്ഞുയിരാർന്നൊരീ പിയത്തെ എന്നുള്ളിലെടുത്തതിഭദ്രമായിരുത്തി ഞാൻ. മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയിൽ ശില്പം കണ്ട കവിയുടെ പ്രതികരണമാണത്. ഈ വരികളിൽ തെളിയുന്ന കവിയുടെ ശില്പത്തോടുള്ള മനോഭാവം എന്താണ്? മൈക്കലാഞ്ചലോ അതിഗംഭീരമായി നിർമ്മിച്ച കരുണയുടെ ഭാവത്തിന്റെ ശില്പമാണ് പിയത്ത. അപ്പോ അത് ഒരു ഭ്രാന്തൻ അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമ നശിപ്പിച്ചപ്പോൾ കവിക്കുണ്ടാകുന്ന വിഷമം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വരികളിലെ സൂചിതമായ കവിയുടെ കൃത്യമായ മനോഭാവത്തിലേക്ക് ടീം ഇ എത്തിയിട്ടില്ല. ചോദ്യം ടീം എക്ക് പാസ് ചെയ്യുന്നു. മൈക്കലാഞ്ചലോ നിർമ്മിച്ച പിയത്ത എന്ന ശില്പത്തോട് കവിക്കുണ്ടാവുന്ന ആദരവും മൈക്കലാഞ്ചലോ എന്ന ശില്പിയോടുണ്ടാവുന്ന ആദരവും വരികളിൽ തെളിയുന്നു. അതായത് ശില്പത്തെ അല്ലെ പിയത്തെ എന്റെ ഉള്ളിലെടുത്ത് അതിഭദ്രമായി ഇരുത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അനശ്വര കലാസൃഷ്ടിയോടുള്ള കവിയുടെ ആദരവാണ് ആ വരികളിൽ പ്രകടമാകുന്നത്. ടീം എക്ക് 3 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോട്. ഒരൊറ്റ ദിവസത്തെ യാത്ര കഴിഞ്ഞുള്ള മടക്കമാണെങ്കിലും ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് നിന്ന് വരുന്നത് പോലെ മിറലിന് വീട് അപരിചിതമായി തോന്നി. മിറലിന് സ്വന്തം വീട് അപരിചിതമായി തോന്നാൻ എന്തായിരിക്കും കാരണം? ഖനിയിൽ ജോലിക്ക് വേണ്ടി പോയ തന്റെ മകനെ അന്വേഷിച്ചു പോയതാണ് മിറൽ. അതെ. അപ്പോ മകനെ കണ്ടുകിട്ടാത്തതിലും തന്റെ മകൻ മരിച്ചുപോയി എന്ന വിവരം അറിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് തന്റെ മകന്റെ ഭാര്യയായ ജൂലിയാനയോട് എങ്ങനെ ഇക്കാര്യം പറയും, അവരുടെ വീട്ടിലെ ഇതറിഞ്ഞാൽ ജൂലിയാനയുടെ അവസ്ഥ എന്താകും, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ എന്താകുമെന്ന വിഷമവും ഒരു സംഘർഷമായ ഒരു ശരിയാണ്. മകൻ മരിച്ചു എന്ന അറിവും മകനില്ലാത്ത വീട് മിറലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടായി തോന്നുന്നില്ല. അതിലുള്ള അദ്ദേഹത്തിന്റെ ദുഃഖവും ഈ വിവരം എങ്ങനെയാണ് ഈ കുടുംബത്തോട് അറിയിക്കുക എന്ന ആത്മസംഘർഷവും ആണ് മിറലിന് വീട് അപരിചിതമായി തോന്നാൻ കാരണം. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഇന്നലെ വെറും ജഡശിലയായിരുന്നതിൽ നിന്നു നീ കരുണതൻ ഭാവഗാനത്തെ തൊട്ടു തൊട്ടുണർത്തവേ. മൈക്കലാഞ്ചലോ മാപ്പ്. ഇവിടെ കരുണതൻ ഭാവഗാനം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? പിയത്ത എന്ന ആ ശില്പത്തെ. വെരി ഗുഡ്. ഇന്നലെ വരെ വെറും ഒരു കല്ലായിരുന്നു, ഒരു പാഴ് വസ്തു. പക്ഷേ അതിവിദഗ്ധനായ ആ ശില്പിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത്
ലോകത്തെ എക്കാലത്തെയും കരുണയുടെ ഉത്തമ ഉദാഹരണമായി മാറി. ഇപ്പോ പിയത്ത എന്ന ശില്പത്തെയാണ് കരുണതൻ ഭാവഗാനം എന്ന് കവി ഇവിടെ വിശേഷിപ്പിക്കുന്നു. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഉണക്ക മണ്ണിന്റെ നിറവും സ്പർശവും കലർന്ന പരിപരുത്ത കൈവിരലുകളാൽ മിറൽ ജൂലിയാനയുടെ കൈകളിൽ തൊട്ടു. ഉണക്ക മണ്ണിന്റെ നിറവും സ്പർശവും കലർന്ന പരിപരുത്ത കൈവിരലുകൾ എന്നത് മിറലിന്റെ ഏത് ജീവിത സാഹചര്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്? മകൻ നഷ്ടപ്പെട്ടു എന്ന സത്യം തിരിച്ചറിഞ്ഞ മിറൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ജൂലിയാന ആകാംക്ഷയോടെ തന്റെ ഭർത്താവിനെ കുറിച്ച് അറിയാൻ കാത്തിരിക്കുകയായിരുന്നു. തന്റെ മരുമകളായ ജൂലിയാനയെ ആശ്വസിപ്പിക്കുവാനും അവളോട് സത്യം പറയാൻ കഴിയാത്ത വിഷമത്താലും മിറൽ പരിപരുത്ത കൈകളാൽ ജൂലിയാനയുടെ കൈകൾ തൊടുന്നു. ഉണക്കമണ്ണിന്റെ നിറവും സ്പർശവും കലർന്ന പരിപരുത്ത കൈവിരലുകൾ എന്നതുകൊണ്ട് വ്യക്തമാവുന്ന മിറലിന്റെ ജീവിതാവസ്ഥയിലേക്ക് കൃത്യമായൊരു സൂചനയിലേക്ക് ടീം സി എത്തിയിട്ടില്ല. ചോദ്യം ടീം ബിക്ക് പാസ് ചെയ്യുന്നു. മകന്റെ മരണം അറിഞ്ഞ മിറൽ വീട്ടിലേക്ക് വരുമ്പോൾ ജൂലിയാനോട് എങ്ങനെ ഇത് പറയുന്നു? കനിയിൽ ജോലിക്കായി പോകുന്നതിന് കാട്ടി നല്ലത് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്ത് ജീവിക്കുന്നതാണെന്നു അയാൾ കരുതി. കൂടാതെ ഇനിയുള്ള കാലം ജൂലിയാനയാണ് കുടുംബത്തിന്റെ. കൃത്യമായ ഉത്തരത്തിലേക്ക് വന്നിട്ടില്ല. ഈ ചോദ്യത്തിന്റെ കൃത്യമായ ഒരു ഉത്തരം ഇനി പോയിന്റ് ഇല്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്കത് പറയാം. ടീം ഡി. ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്ത് ജീവിക്കുന്ന അവരുടെ സാഹചര്യമാണ് അവിടെ വ്യക്തമാകുന്നത്. കൃഷി ചെയ്ത് പരിപരുത്തുപോയ കൈകളാണ് അവരുടേത്. അവിടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും വ്യക്തമാകുന്നു. വെരി ഗുഡ്. അതായത് ഉണക്ക മണ്ണിന്റെ നിറവും സ്പർശവും കലർന്ന പരിപരുത്ത കൈവിരലുകൾ. അപ്പൊ ആ കർഷക ജീവിതത്തിന്റെ ഒരു ദൈന്യത, അവരുടെ കഷ്ടപ്പാട്, അതൊക്കെയാണ് അതിൽ വ്യക്തമാവുന്നത്. ഉത്തരം ടീം ഡി ആണ് പറഞ്ഞത്. ടീം ഡിക്ക് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. നിന്റെ രാവുകൾ വിയർത്തുരുകും പകലുകൾ പങ്കിടുന്നു ഞാൻ. കവിയും ശില്പിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്ത് കാര്യമാണ് ഈ വരികൾ വ്യക്തമാക്കുന്നത്? കവി കവിയാണ്, ശില്പി ശില്പിയാണ് അവർ. അതുകൊണ്ട് കലയാണ് പ്രാധാന്യമായി അവിടെ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് രണ്ടാക്കും കലാബോധം അവരുടെ രണ്ടാളിലും ഉണ്ട്. ഉത്തരം ശരിയാണ്. ഒരു കവി ശില്പിയെ ആദരിക്കുന്ന, മനസ്സുകൊണ്ട് നമിക്കുന്ന അതിമനോഹരമായ ഒരു കാവ്യ സന്ദർഭമാണ് ഇത്. കല എന്ന മാധ്യമത്തിലൂടെ കവിയും കലാകാരനും ഒന്നാകുന്ന അപൂർവ മുഹൂർത്തം കൂടിയാണ് ഈ വരികൾ വെളിപ്പെടുത്തുന്നത്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. അന്നയുടെ മുഖത്തു നോക്കി ജൂലിയാന അകമടങ്ങി നിന്നു. അകമടങ്ങി നിന്നു എന്ന പ്രയോഗത്തിന്റെ പൊരുൾ എന്താണ്? ഒന്നും പറയാനാകാതെ നിശബ്ദയായി. അതെ, യെസ്. ജൂലിയാനയുടെ ഉള്ളിൽ ആശങ്കയുണ്ട്. തന്റെ ഭർത്താവിനെ കാണാത്തതിലും അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമെന്ന ആദ്യം ജൂലിയാനയുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇതേക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല ആർക്ക്? അന്നയ്ക്ക്. പക്ഷെ അന്നയോട്, നിഷ്കളങ്കയായ അന്നയ്ക്ക് മുന്നിൽ അമ്മയായ ജൂലിയാനയ്ക്ക് ഈ ആശങ്കകൾ പങ്കുവെക്കാനും കഴിയില്ല. അത്തരത്തിലുള്ള ആത്മസംഘർഷങ്ങളിൽ അകപ്പെട്ട് മൂകയായി നിശബ്ദയായി നിൽക്കുന്ന ജൂലിയാന എന്ന അമ്മയുടെ ആത്മസംഘർഷമാണ് അകമടങ്ങി നിന്നു എന്ന പ്രയോഗത്തിലൂടെ കഥാകൃത്ത് ഇവിടെ വ്യക്തമാക്കുന്നത്. ടീം എക്ക് 5 പോയിന്റ്. പ്രശ്നോത്തരിയുടെ ആദ്യ റൗണ്ട് ഇവിടെ പൂർത്തിയാവുന്നു. ഈ റൗണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച പോയിന്റ് നില നമുക്ക് പരിശോധിക്കാം. ടീം എ 13, ടീം ബി 10, ടീം സി 5, ടീം ഡി 10, ടീം ഇ 5. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. നമുക്ക് പ്രശ്നോത്തരിയുടെ 2ാം റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ഈ റൗണ്ടിലും ശരിയുത്തരത്തിന് 5 പോയിന്റ് ആണ് നൽകുന്നത്. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. പാവപ്പെട്ട ബാല്യങ്ങൾക്ക് സ്വതേയുള്ള തിര്യക്കുകളുടേതുപോലുള്ള ഒരു നിസ്സഹായ ഭാവം അവളുടെ മുഖത്ത് പട്ടകെട്ടിയിരുന്നു. അന്ന എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അന്നയെക്കുറിച്ച് ഈ വാക്യം നൽകുന്ന
2 സൂചനകൾ പറയാമോ? ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന കുടുംബമാണ് അന്നയുടേത്. കുട്ടിയായ അന്നയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന കുടുംബമാണ് അന്നയുടേത്. ആ കുടുംബത്തിലുണ്ടാവുന്ന ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന കുടുംബമാണ് അന്നയുടേത്. പക്ഷെ അന്ന അവിടെ വാശി പിടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ആ കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി അവിടെ ജീവിക്കാൻ ആർക്ക് കഴിയുന്നു? അന്നയ്ക്ക്. ഇത് ഒരു സാധാരണ കുട്ടിക്ക് കഴിയാത്തതാണ് അല്ലെ. അതായത് ബാല്യം ദാരിദ്ര്യത്തെക്കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, കുട്ടിപ്രായമാണ്. പക്ഷെ ആ പ്രായത്തിൽ പോലും തന്റെ അവസ്ഥകളോട് പൊരുത്തപ്പെടാൻ ശീലിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയാണ് അന്ന. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഉജ്ജ്വല മുഹൂർത്തങ്ങൾ എന്നുള്ളിൽ ഉദിക്കുന്നു. ശില്പനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉജ്ജ്വല മുഹൂർത്തങ്ങളാണ് കവിയുടെ ഉള്ളിൽ വന്നത്? രാവും പകലുമില്ലാതെ ഉറക്കമൊഴിച്ച് ശില്പനിർമ്മാണത്തിനു വേണ്ടി അധ്വാനിച്ചതും. പറഞ്ഞോളൂ. ഉജ്ജ്വല മുഹൂർത്തങ്ങൾ എന്നുള്ളിൽ ഉദിക്കുന്നു. ശില്പനിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉജ്ജ്വല മുഹൂർത്തങ്ങളാണ് കവിയുടെ ഉള്ളിൽ വന്നത്? മൈക്കലാഞ്ചലോ അതിനുവേണ്ടി കഷ്ടപ്പെട്ടതും അദ്ദേഹം അത്രയും അധ്വാനിച്ചാണ് ആ ഒരു ശില്പം ഉണ്ടാക്കിയതെന്നും അത് തകർക്കാൻ വേണ്ടിയിട്ട് നിസ്സാരമാണെന്നും അത് ഉണ്ടാക്കി കഴിഞ്ഞാലേ അതിന്റെ, അതായത് ശില്പിയുടെ ശില്പനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉജ്ജ്വല മുഹൂർത്തങ്ങൾ കവിയുടെ ഉള്ളിൽ ഉദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഓർക്കുന്നുണ്ട്. ആ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ശില്പം ഉണ്ടാക്കുന്ന സമയം അത് വെറും ഒരു കല്ലായിരുന്നു. പിന്നീട് അത് ലോക പ്രശസ്തമായ കരുണ എന്ന അർത്ഥമുള്ള ഒരു പ്രതിമയായി മാറുകയാണ്. അപ്പോൾ അദ്ദേഹം ആ ശില്പം ഉണ്ടാക്കുന്ന സമയം, ആ മുട്ടി അടിക്കുന്ന സമയം അത് അതിനെ പോയി ചുംബിക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. അത്രയും പ്രധാനമുള്ള ഒരു ശില്പം വെറും ഒരു 5 മിനിറ്റിനുള്ളിൽ തകർക്കുകയാണ്. അതായത് ശില്പ നിർമ്മാണത്തിന്റെ വേളയിൽ ശില്പി നടത്തിയ കഠിനാധ്വാനം വെറും ഒരു പാഴ്ശിലയായതിനെ തന്റെ ചുറ്റിക കൊണ്ട് അതിനെ കലാഭദ്രമായ ഒരു ശില്പമാക്കി എടുക്കാൻ കവി അനുഭവിച്ച സർഗ തപസ്യ, ഈ മുഹൂർത്തങ്ങളാണ് കവിയുടെ മനസ്സിൽ വന്ന് ഉദിച്ചത്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ശീർഷകത്തിന്റെ ഔചിത്യം എന്ത്? ആ നാട്ടിലുള്ള ജനങ്ങൾ എല്ലാവരും ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. അവിടെ മറ്റൊരു ഭക്ഷ്യസാധനവും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് ഉരുളക്കിഴങ്ങ് തിന്നുന്ന കഥയുടെ പ്രമേയം ആരെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന ഒരു ജനത, ഏറ്റവും സാധാരണക്കാരായ കർഷകർ അല്ലെ, അതാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതാണ് ഈ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന കർഷകർ. ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഖനിയിൽ എന്തിന് പോകുന്നത്? തൊഴിലിന് പോകുന്നത്. ഉരുളക്കിഴങ്ങ് തിന്ന് അല്ലെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്ത് ജീവിക്കാൻ, ഉരുളക്കിഴങ്ങ് ഭക്ഷിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും വിശകലനം ചെയ്യപ്പെടുന്ന ഒരു കഥ എന്ന രീതിയിൽ ആ ശീർഷകം ഈ കഥയ്ക്ക് എന്ത് ചെയ്യുന്നു? യോജിക്കുന്നുണ്ട്. ഇത്ര ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. നിഷാദ നീ നിർത്തൂ, കണ്ണിൽ എനിക്കില്ല കൈ, ഞാനില്ലാതായി. ശില്പം തകർത്ത സമയത്തുള്ള കവിയുടെ മനോഭാവമാണ്. ഈ വരികളിൽ തെളിയുന്ന കവിയുടെ വൈകാരിക അവസ്ഥ അല്ലെങ്കിൽ മാനസികാവസ്ഥ എന്താണ്? ലാസ്ലോ ടൂത്ത് എന്ന 33 വയസ്സുകാരൻ അക്രമിയായിരുന്നു. ഡ്രഗിന് അടിമപ്പെട്ട് മൈക്കലാഞ്ചലോയുടെ ലോക പ്രശസ്തമായ ലാ പിയത്ത എന്ന ശില്പം തകർത്തത്. അദ്ദേഹം വെണ്ണക്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ, ചുറ്റിക കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ അതേ ചുറ്റിക കൊണ്ട് തന്നെ അടിച്ചമർത്തുക എന്നത് വളരെ യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കവിക്ക് ആ ഒരു ശില്പത്തോടുള്ള അനുകമ്പ ഇതിൽ വ്യക്തമാകുന്നു. അത് തകർത്തപ്പെട്ടപ്പോൾ ആ ഒരു ശില്പത്തോടുള്ള ഒരു സ്നേഹം അടിച്ചമർത്തപ്പെട്ടപ്പോൾ കവിക്കുണ്ടാകുന്ന വിഷമവും വൈകാരിക ബന്ധവും നമുക്കിതിൽ കാണാം. ഗുഡ്. കാരുണ്യത്തിന്റെ ഈ മഹാശില്പം അത് തകർക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. ഈ ശ്രമം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ശില്പം തകർക്കാൻ നടത്തിയ ശ്രമത്തോടുള്ള കവിയുടെ ശക്തമായ പ്രതിഷേധം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് കവി മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നു.
ശില്പം തകർക്കാൻ നടത്തിയ ശ്രമത്തെ ചൊല്ലിയുള്ള കവിയുടെ അഗാധമായ ദുഃഖം, ഇത് രണ്ടുമാണ് ഈ വരികളിൽ തെളിയുന്ന കവിയുടെ മനോഭാവം എന്ന് നമുക്ക് പറയാം. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ശീതകാലത്തിന്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു തീക്കനൽ കിഴവൻ മിറലിന്റെ നെഞ്ചിൽ വീണു. തീക്കനൽ എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസൂചന എന്താവാം? ഖനിയിൽ ജോലി തേടി പോയ തന്റെ മകൻ മരിച്ചു എന്നറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കിഴവൻ മിറലിന്റെ മനസ്സിൽ ഒരു തീക്കനൽ ഉണ്ടായിരുന്നു. ആ തീക്കനൽ എന്ന് പറയുന്നത് തന്റെ മകൻ മരിച്ചതിന്റെ വിഷമവും ഈ കാര്യം എങ്ങനെ ജൂലിയാനയോടും മകന്റെ മകളായ അന്നയോടും തന്റെ കുടുംബത്തോടും എങ്ങനെ പറയും എന്നതിന്റെ ഒരു ഉത്കണ്ഠയും കൊണ്ട് ആകെ തളർന്നു പോയതാണ് കിഴവൻ മിറൽ. അതെ, തീർച്ചയായും. പുറമേക്ക് വളരെയധികം തണുത്ത അന്തരീക്ഷമാണെങ്കിലും മിറലിന്റെ മനസ്സ് തീക്കനൽ പോലെ ചുട്ടുപൊള്ളുകയായിരുന്നു. ഒന്ന്, തന്റെ മകൻ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ്. 2, മകന്റെ നഷ്ടം എങ്ങനെ കുടുംബത്തിൽ അറിയിക്കും എന്ന ആധി. ഇത് രണ്ടും ചേർന്ന് പുറത്തെ തണുപ്പിനെ വെല്ലുന്ന ഒരു തീക്കനൽ മിറലിന്റെ മനസ്സിനകത്ത് തിളച്ചുമറിയാൻ തുടങ്ങി. ഇതാണ് ഈ വരികളിലെ സൂചന. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെ. നിന്നടത്തുണർന്നു ഞാൻ, നിന്നടത്തുറങ്ങി ഞാൻ, നിന്നടത്തനശ്വരനായി ഞാൻ. ഈ വരികളിൽ തെളിയുന്ന കവിയുടെ ചിന്ത എന്താണ്? മൈക്കലാഞ്ചലോ എന്ന ശില്പി നിർമ്മിച്ച പിയത്ത എന്ന ശില്പത്തിനോട് കവിക്ക് അതിയായ ആദരവുണ്ട്. അത് നിർമ്മിക്കുമ്പോൾ ശില്പിക്കുണ്ടായ വിഷമങ്ങളും കഷ്ടപ്പാടുകളും രാപ്പകലന്യെ ശില്പമുണ്ടാക്കാൻ എടുത്ത പ്രയത്നവും എല്ലാം തന്നെ കവിക്കും തനിക്ക് എന്നതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. അതെ, മൈക്കലാഞ്ചലോ എന്ന ശില്പിയുടെ ശില്പ നിർമ്മാണ വേള കവി മനക്കണ്ണിൽ കാണുകയാണ്. അതിന്റെ ഓരോ സൂക്ഷ്മ അംശങ്ങളും കവിയുടെ മനസ്സിൽ നിറയുകയാണ്. നിന്നോടൊത്തുണർന്നു ഞാൻ, നിന്നോടൊത്തുറങ്ങി ഞാൻ, നിന്നോടൊത്തനശ്വരനായി ഞാൻ. ആ ശില്പനിർമ്മാണത്തിന്റെ മഹനീയ വേളകളിലെ ആ കലാസപര്യയുടെ ഓരോ ഘട്ടങ്ങളിലൂടെയും കവിയുടെ മനസ്സ് സഞ്ചരിക്കുകയാണ്. കവിയും കലാകാരനും ഒന്നാവുന്ന സുന്ദര നിമിഷം കൂടിയാണ് അത്. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. മഞ്ഞും തിമിരവും ചേർന്ന് ഇതളുകൾ നൽകിയ വെളിച്ചത്തിന്റെ ഒറ്റ ബിന്ദു ഒരേ ഒരു വെളുത്ത പൂവച്ച ഏകാന്തമായ ശവകുടീരമാക്കി വീടിനെ മാറ്റി കാണിച്ചു. ഈ വാക്യത്തിലൂടെ വ്യക്തമാവുന്ന മിറലിന്റെ മാനസികാവസ്ഥ എന്താണ്? ഖനിയിൽ ജോലിക്ക് പോയ മകൻ നഷ്ടമായി എന്ന സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന മിറൽ തന്റെ വീടിന്റെ പാരിസ്ഥിതിക സ്ഥിതി വളരെ നിശബ്ദവും ശാന്തവുമാണ്. തണുത്ത ആ അന്തരീക്ഷത്തിൽ തന്റെ വീടിനകത്തുള്ള ഒരു ചെറിയ പ്രകാശം ശവകുടീരത്തിൽ വെച്ച ഒരേ ഒരു പൂവായി മിറലിന് തോന്നുന്നു. ഇത് മിറലിന്റെ സങ്കടവും മകന്റെ വേർപാടും വ്യക്തമാക്കുന്നു. അതെ, തീർച്ചയായും. മകനില്ലാത്ത വീട് മിറലിനെ സംബന്ധിച്ചിടത്തോളം എന്തിനു തുല്യമാണ്? ശവകുടീരത്തിന് തുല്യമാണ്. അപ്പൊ മകനില്ലാത്ത വീട്, മരിച്ച വീട്, ജീവനില്ലാത്ത വീട്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുന്ന ശൂന്യത, നിരാശ്രയത്വം, ഇതൊക്കെ ഈ വാക്യത്തിലൂടെ എന്ത് ചെയ്യുന്നു? നമുക്ക് വ്യക്തമാകുന്നു. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. മാപ്പ് നൽകുകൻ പ്രിയ മൈക്കലാഞ്ചലോ മാപ്പ്. കവി മൈക്കലാഞ്ചലോവിനോട് മാപ്പ് ചോദിക്കാൻ കാരണം എന്ത്? കവിയുടെ അതേ കാലത്ത് തന്നെ ജീവിക്കുന്ന ഒരാളാണ് പിയത്ത എന്ന ശില്പം നശിപ്പിച്ചത്. അതുകൊണ്ടാണ് കവി മൈക്കലാഞ്ചലോവിനോട് മാപ്പ് ചോദിക്കുന്നത്. അതായത് അനശ്വരമായ ആ കലാസൃഷ്ടി അത് ലോകത്തിന് എന്നെന്നും മഹത്തായ സന്ദേശം നൽകുന്ന ഒരു സൃഷ്ടിയായി അനശ്വരമായി നിൽക്കേണ്ടുന്ന ഒന്നാണ്, ഒരു കേടുപാടും കൂടാതെ. അത് നിർമ്മിക്കാൻ മൈക്കലാഞ്ചലോ എന്ന കലാകാരൻ വലിയ അധ്വാനവും ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോ ഈ ശില്പം തകർക്കപ്പെട്ടതിലൂടെ അല്ലെങ്കിൽ തകർക്കപ്പെടാൻ നടത്തിയ ശ്രമത്തിലൂടെ 2 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, ശില്പിയുടെ അധ്വാനത്തോടുള്ള അവഗണന. മറ്റൊന്ന്, ഇത്തരം മഹത്തായ സന്ദേശങ്ങൾ സമൂഹത്തിന് അന്യം നിന്നു പോകുമോ എന്ന കവിയുടെ ആശങ്ക. ഈ 2 കാരണങ്ങൾ കൊണ്ട് ശില്പം തകർത്തതിൽ കവി ശില്പിയോട് മാപ്പ് ചോദിക്കുന്നു. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്.
മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞ് പറഞ്ഞ് ഈ വാക്യങ്ങൾ കഥയെ ഭാവതീവ്രമാക്കുന്നതെങ്ങനെ? മണ്ണിലകപ്പെട്ട മനുഷ്യന്റെ ശരീരവും വീട്ടിൽ വന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കാണുകയും ചെയ്യുന്ന മിറലിന് മണ്ണിലകപ്പെട്ട മനുഷ്യരുടെ ശരീരമാണ് തോന്നുന്നത്. തന്റെ മകനും ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്ന ചിത്രമാണ് മിറലിന്റെ മനസ്സിൽ വരുന്നത്. തീർച്ചയായും ഉരുളക്കിഴങ്ങിന്റെ അവസ്ഥ, അതോടൊപ്പം തന്നെ മിറലിന്റെ ഓർമ്മയിൽ വരുന്നത് ഖനിയിൽ ദാരുണമായി മരണപ്പെട്ട തന്റെ മകന്റെ അവസ്ഥയാണ് ഈ വാക്യങ്ങളിലൂടെ വരുന്നത്. ഭക്ഷണമേശയ്ക്ക് മുന്നിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് വച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വാക്യങ്ങൾ ആ കഥയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മിറലിന്റെ മനസ്സിൽ ഉള്ളതും എന്നാൽ വെളിപ്പെടുത്തിക്കൂടാനാവാത്തതുമായ അദാരുണമായ ഒരു ചിത്രം തെളിയുമ്പോൾ അത് വായനക്കാരന്റെയും മനസ്സിൽ ഒരു നീറ്റലായി പടരുന്ന അനുഭവമാണ് കഥ വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ഖനികളിൽ പണി ചെയ്യുന്നവർക്ക് ഒരപകടവും വരുത്തരുതേ. പിന്നെ ആ പ്രാർത്ഥനയിൽ സ്വാർത്ഥത തീണ്ടിയിട്ടുണ്ടെന്ന് ഖേദിച്ച് അവൾ തിരുത്തി, ലോകത്തൊരാൾക്കും ഒരാപത്തും വരുത്തരുതേ. ജൂലിയാനയുടെ പ്രാർത്ഥനയാണ്. ജൂലിയാനയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഈ സന്ദർഭം നൽകുന്ന സൂചന എന്താണ്? ഒട്ടും സ്വാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യ മുഖമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. താൻ ആദ്യം പ്രാർത്ഥിച്ചതിൽ സ്വാർത്ഥതയുണ്ടെന്ന് തോന്നുകയും അത് മാറ്റി ലോകത്താർക്കും വരുത്തരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്നേഹമുള്ള ഒരാളുടെ ഭാവമാണ് ജൂലിയാനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, നിഷ്കളങ്കത. ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു മുഹൂർത്തത്തിലാണ് ആര് നിൽക്കുന്നത്? ഈ പ്രാർത്ഥനയുടെ സമയത്ത് ജൂലിയാന എന്ന കഥാപാത്രം നിൽക്കുന്നത്. സ്വാഭാവികമായും തന്റെ ഭർത്താവ് എന്ന ഒരാളിലേക്ക് മാത്രം തിരിയേണ്ടുന്ന ആ പ്രാർത്ഥന അങ്ങനെയല്ല. തന്നെ പോലെ ദുഃഖം അനുഭവിക്കാൻ ആർക്കും ഇടയാകരുതേ എന്ന രീതിയിൽ ഒരു സാർവലൗകികമായ സ്നേഹത്തെ ചൊല്ലിയുള്ളൊരു പ്രാർത്ഥനയായി മാറുകയാണ്. അപ്പോ തീർത്തും നിഷ്കളങ്കയും അങ്ങേയറ്റത്തെ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും സ്വയം വേദനയുടെ പിടിയിൽ അകപ്പെട്ട് നീറുമ്പോഴും മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ കൂടി കഴിവുള്ള ഉയർന്നൊരു തലത്തിലേക്ക് ഉയരുന്ന കഥാപാത്രമായി ജൂലിയാന അവിടെ മാറുകയാണ്. അങ്ങനെയുള്ള ജൂലിയാനയുടെ ഒരു വ്യക്തിത്വം ആ പ്രാർത്ഥനാ സന്ദർഭത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. രണ്ടാം റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ റൗണ്ടിൽ എല്ലാ ടീമും 10 പോയിന്റ് വീതം നേടിയിട്ടുണ്ട്. 2 റൗണ്ടിലെയും ആകെ പോയിന്റ് നില: ടീം എ 23, ടീം ബി 20, ടീം സി 15, ടീം ഡി 20, ടീം ഇ 15. നാളെ ഇതേ സമയം മലയാളം കേരള പാഠാവലി പ്രശ്നോത്തരി 2ാം ഭാഗം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ.